നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് അയർലൻഡിലെ നോൺ EU രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൽ കൂടുതലും നമ്മുടെ കേരളത്തിൽ നിന്ന് എത്തിയിട്ടുള്ള സഹോദരങ്ങളാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി നമ്മുടെ സഹോദരങ്ങൾ അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാരായി എത്തിത്തുടങ്ങിയിട്ട് 2021 ജൂൺ മാസത്തിൽ ഈ നിയമം വന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു, ചതിക്കുഴിയിൽ നിങ്ങൾ വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത കുറച്ച് ഏജൻസികൾ നാട്ടിലുണ്ട്. അവരുടെ ചില ആളുകൾ ഇവിടെയുമുണ്ട്. അതല്ലെങ്കിൽ ഇവിടെയുള്ള ചില ആളുകളുടെ അടുപ്പക്കാർ നാട്ടിലും ഉണ്ട്. ഇക്കൂട്ടരാണ് ഇങ്ങനെയുള്ള ആളുകളെ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാരായി അയർലൻഡിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വെറുതെ ഒന്നുമല്ല, കൈ നിറയെ കാശ് വാങ്ങി തന്നെയാണ് അവരെ ഇവിടെ എത്തിച്ചത്. മാത്രമല്ല, അന്ന് അവർക്ക് കൊടുത്ത ഒരു മോഹന വാഗ്ദാനം ഉണ്ടായിരുന്നു, 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൂടി അയർലൻഡിലേക്ക് എത്തിക്കാം, അങ്ങനെ സുഖമായിട്ട് ഇവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുപാട് നേഴ്സുമാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അയർലൻഡിലേക്ക് എത്തുകയും ചെയ്തു. കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ 3.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വരെ ഇവരുടെ ഫാമിലി റീയൂണിഫിക്കേഷൻ നടന്നിട്ടും ഇല്ല. പലതരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തി നോക്കി. അതിൽ അവസാനത്തേതാണ് ഇന്ന് അയർലൻഡിൽ നടന്ന പ്രകടനം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസസ്, ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആസ്ഥാനത്തിന് പുറത്ത് ഒരു പ്രതിഷേധ പ്രകടനം ഇന്ന് നടത്തി. പ്രധാന മീഡിയാസൊക്കെ അത് കവർ ചെയ്യുകയും ചെയ്തു. ഈ വർഷം ജനുവരി മുതൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാരായി എത്തിയിട്ടുള്ളവരുടെ സാലറി കൂട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. ഇപ്പോഴും 27,000 യൂറോ പ്രതിവർഷം എന്ന സ്റ്റാൻഡിൽ തന്നെയാണ് ഇവർ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ അത് 30,000 ആക്കി എങ്കിലും ഇതുവരെയും അവർക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ പുതുതായി വരുന്നവർക്കൊക്കെ ഈ വർഷം പറഞ്ഞ സാലറി കൊടുക്കുന്നുണ്ട്. പക്ഷേ പഴയ ആൾക്കാർക്ക് ഇപ്പോഴും പഴയ സാലറി തന്നെയാണ് കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഫാമിലിയെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അത് സ്പൗസ് അല്ലെങ്കിൽ പാർട്ണർ മാത്രമായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. അവിടെയും തീർന്നില്ല. ഈ 27,000 യൂറോ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. കാരണം ഈ ജനുവരി 9 വന്ന പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കഴിഞ്ഞ 2 വർഷമായി 30,000 യൂറോ പ്രതിവർഷം ഏൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പാർട്ണറെയോ അല്ലെങ്കിൽ സ്പൗസിനെയോ കൊണ്ടുവരാനായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ഇവിടെ നേരത്തെ മുതൽ വർക്ക് ചെയ്യുന്ന പല HCA വർക്കർമാർക്കും ഇപ്പോഴും അത്രയും സാലറി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. ഫാമിലി റീയൂണിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് HCA ആയി എത്തിയവർക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ അതിൻ്റെയൊക്കെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കയറി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ശരിക്കുള്ള കാരണം എന്ന്. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ജനറൽ വർക്ക് പെർമിറ്റിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 വർഷം കാത്തിരുന്നെങ്കിൽ മാത്രമേ ഇവിടെ സ്റ്റാമ്പ് ഫോർ ഫെസിലിറ്റി കിട്ടുകയുള്ളൂ. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോഴുള്ള സാലറി വെച്ച് നിങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ കഴിയുകയും ഇല്ല. നേരെ മറിച്ച് ഇവിടെ HCAമാരായി വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സുമാർ തന്നെയാണ്. അതിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ ഇവിടെ OET ഒക്കെ പാസ്സായി ഇവിടെ തന്നെ നേഴ്സുമാരായ വിവരവും ഞങ്ങൾക്കറിയാം. മാത്രമല്ല, HCA ആയി അയർലൻഡിൽ എത്തിയിട്ടുള്ള ധാരാളം ആളുകൾ OET പഠിക്കുന്നതായും അറിയാം. നിങ്ങൾ ഒന്നുകൂടി ആത്മാർത്ഥമായി വിചാരിച്ച് OET ഒക്കെ പാസ്സായി നിങ്ങൾ കെയറായി ജോലി ചെയ്യുന്ന അതേ നഴ്സിംഗ് ഹോമിൽ തന്നെ നിങ്ങൾക്ക് നേഴ്സുമാരായി ജോലി ചെയ്യാവുന്നതും ആണ്. അങ്ങനെ നിങ്ങൾ ക്രിട്ടിക്കൽ സ്കില്ലിലായി കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ സ്പൗസിനെയും കുട്ടികളെയും കൂടി അയർലൻഡിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതും ആണ്. ഇന്ന് അയർലൻഡിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ
ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി കണ്ടു നോക്കുക. Over family members. In some cases, they might meet the threshold when it comes to bringing over perhaps one family member. But if you have a situation whereby it's a spouse and children left at home, it can be very, very difficult to leave family members. I don't know how to explain, because at least every day I can't see them. Yeah, I can't feel them and I can't talk with them every day. It's very sad because here is in Ireland, people's their priority is in family. Yeah, so I know that. Even think about our families in India. So pointing out an anomaly that has arisen when it comes to minimum salary levels for these workers. They're saying that yes, the salary levels increased in January of. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.